മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ല. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാവുന്നത്. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ല. അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ. അത് കൊണ്ടു നടക്കട്ടെ. അതിനെന്താ തെറ്റ്? അപകടം വരുത്തി വെക്കുന്ന രീതിയിൽ മാത്രം സമ്മതിക്കാതിരിക്കുന്നു. ബാക്കിയൊന്നും ഒരു കുഴപ്പമുണ്ടാകും. അങ്ങനെ അവസാനം ആരെങ്കിലൊക്കെ എന്നെ പറ്റി പറയാനുണ്ടായല്ലോ. സന്തോഷം കേട്ടപ്പോൾ. എന്താ വെച്ചാൽ നമ്മുടെ ഈ ചെക്കന്മാർക്ക് എല്ലാവർക്കും അവരുടെ കാറ്, ബൈക്ക് അതൊന്ന് മോഡിഫൈ ചെയ്ത് അതിന്റെ ഒരു ഭംഗിയിൽ കൊണ്ടുനടക്കുക ഭയങ്കര ആഗ്രഹ സംഭവമാണ്. ഇതൊക്കെ ഓരോരുത്തർക്ക് കുറെ രൊക്കം പൈസ ഉണ്ടായിട്ട് ചെയ്യണ കാര്യമൊന്നുമില്ല. അവർ ഓരോരുത്തരും ഒരു രൂപ, 10 രൂപയ്ക്ക് 10 രൂപ, 100 രൂപ കഷ്ടപ്പെട്ട് സേവ് ചെയ്ത് ഉണ്ടാക്കി ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഒരു ആഗ്രഹം ചെയ്യാനാണ്. ഓരോരുത്തരുടെ വണ്ടി അത്ര സ്പെഷ്യലാണ്. ഇത് ഇങ്ങനെ ഒരാളെങ്കിലും പറയണേന്ന് കുറെ കാര്യം വിചാരിച്ചിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. ഇപ്പൊ ഈ പ്രളയ സമയത്തും നമ്മൾ പല അവസരങ്ങളും നമ്മൾ ഓഫ് റോഡ് വണ്ടികൾ എത്ര ഹെൽപ്പ് ചെയ്തെന്ന് നമുക്ക് കണ്ടതല്ലേ. അതുപോലെ ഇതിപ്പോ നമ്മൾ പല ഔട്ട് ഓഫ് കൺട്രിയിൽ പല സ്ഥലത്തും ലീഗലാണ്. അതൊക്കെ ലീഗൽ പാർട്സ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതിന് ടാക്സ് അടിച്ച് ചെയ്യണല്ലേ. യുവാക്കൾക്ക് ഇങ്ങനെ വേണ്ടി ആരെങ്കിലും ഒക്കെ പറയണ്ടാവണം തന്നെ ഒരു വലിയ കാര്യമാണ്. ആൻഡ് താങ്ക് യു സർ, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച് ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഈ വീഡിയോ ഓരോ കാർ ലവേഴ്സും കാർ എന്തൂസിയാസും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം അടിയിൽ കമന്റ് ചെയ്യുക.